ഈ സാധനം എന്തിനാണെന്നറിയോ? മുണ്ടെടുത്ത് വന്നതാ ടെറസിൻ്റെ മേത്തിലേക്ക്. എൻ്റെ വണ്ടിയാ. അത് നമ്മൾ ലാസ്റ്റ് പറയാം. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയൊരു സർപ്രൈസ് വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ നേരെ ടെറസിൻ്റെ മേത്തലാണ്, അതായത് എന്താ പറയുക, വാർപ്പിൻ്റെ മേത്തല അതന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് വീഡിയോ. കാരണം എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് നാളെ, അതായത് 26-ാം തീയതിക്ക് പിന്നെ ഒരു വർഷം തികയുന്ന. അപ്പോൾ നമുക്കൊരു അടിപൊളി ഒരു സർപ്രൈസ് ഫെബിക്ക് കൊടുക്കാനുള്ളൊരു പ്ലാനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടെറസ് തന്നെ ആയതുകൊണ്ട് ബേക്കിൽ ടാങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രാവിൻ്റെ കൂടാന്ന് തോന്നുന്നു, പ്രാവിൻ്റെ കൂടുണ്ട്. സോ ഇപ്പോൾ ഞാൻ ബഹ്റൈനിലാണല്ലോ, പക്ഷെ ബഹ്റൈനിൽ വെച്ചിട്ട് ഞാൻ നാട്ടിലുള്ള ഫെബിക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നിക്കായ ആനിവേഴ്സറിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് ഓൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. സോ ഇതിന് ഞാൻ എന്താ പറയുക, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും നാട്ടിലുള്ള പല കാര്യങ്ങളും നമുക്ക് എന്താ വളരെ സ്മൂത്തായിട്ട് ചെയ്തു തന്ന ഒരു ചങ്ങായി ഉണ്ട് നമുക്ക്. ചങ്ങായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ മതി, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ മതി, എൻ്റെ വീഡിയോ എടുത്ത് തരുന്ന ആൾ നിങ്ങൾക്ക് അറിയാൻ മതി. അപ്പോൾ ഓന് നാട്ടിലുള്ളതും കൊണ്ട് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സർപ്രൈസ് വീഡിയോ ആട്ടോ. പ്ലാൻ ഇട്ടത് ഞാനാണെങ്കിൽ പോലും അതെന്താ പറയുക, പോസിബിൾ ആക്കി തന്നത് എൻ്റെ ക്യാമറമാനും എന്താ പറയുക എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജിത്തൂസാണ്. അപ്പോൾ ഓന് ഷോപ്പിൽ പോയി. അപ്പോൾ നമ്മൾ സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. സർപ്രൈസ് നിങ്ങളേതായാലും പിന്നെ അറിഞ്ഞോളി. പിന്നെ എന്താ ഓക്ക് കൊടുക്കുമ്പോഴുള്ള റിയാക്ഷൻ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓളെ റിയാക്ഷൻ എന്താണെന്ന് അറിയേണ്ടത്. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഓൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ സർപ്രൈസ് ഒന്നുമല്ല, ഒരു പുതിയൊരു വണ്ടി, അതായത് ഒരു ആക്റ്റീവ നമ്മൾ എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഷോറൂമിലൊക്കെ വിളിച്ച് എല്ലാം ക്ലിയർ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചങ്ങായി അവിടെ പോയി എടുത്ത് എൻ്റെ ഫാമിലി എല്ലാവരും പോയി ഒരു കൊടുക്കുന്നൊരു ചെറിയൊരു സർപ്രൈസാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതെങ്ങനെ ആവും എന്നുള്ളത് നിങ്ങൾ മുന്നോട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇടയ്ക്കിടയ്ക്ക് തലക്കും ഞാൻ കയറി വരും, ആരും സ്കിപ്പ് ചെയ്ത് പോരുത്. അത് നിങ്ങൾക്കൊന്ന് നല്ലോണം വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്. സോ 2 ആൾക്കാരായിക്കോട്ടെ 3 ആളായിക്കോട്ടെ, സോ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ തന്നെയാണ്. സോ നിങ്ങളെ സപ്പോർട്ട് വീണ്ടും മുന്നോട്ടേക്ക് ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള വീഡിയോസും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ബലം. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ എന്താ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്കും നൽകും ഞാൻ വരികയെ മന്ദായിട്ടാ പോകുന്നത് നമ്മളെ. അപ്പൊ നമ്മളിന്നിപ്പോ ബർത്ത്ഡേക്കല്ല, ആനിവേഴ്സറിക്ക്, നിക്ക് ആനിവേഴ്സറിക്ക് പോവാണ്. അപ്പോ ഗൈസ് ഇപ്പൊ ഉണ്ട്, ഉമ്മ ഉണ്ട്, ഫാത്തിമനെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഉമ്മ അങ്ങോട്ടേക്ക് ഉമ്മ ഉണ്ട്. അപ്പോ ഇനിയിപ്പോ നമ്മളവിടെ എത്തിയിട്ട് എന്താന്ന് വെച്ചാല് മുന്നതീതി ഉണ്ടല്ലേ, മുന്നതീതിക്ക് എന്തോ പറയാണ്ടോ ചോക്കി പറയാല്ലേ. അപ്പൊ നമ്മളിനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അല്ലേ ഫാത്തിമ? അത് നമ്മൾ ലാസ്റ്റ് പറയാം. ഓക്കെ, നമ്മൾ വണ്ടി എടുക്കാൻ പോയിട്ടുള്ളത് ആദിത്യ ഹോണ്ട എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ താമരശ്ശേരിയുള്ള ചുങ്കത്തുള്ള ഷോപ്പിലാണ്. അപ്പോൾ ഓനോട് 2 ദിവസം മുന്നേ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ഓനവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇതാണ് അവസ്ഥ. അത് കേട്ടോ, ഞാൻ ഹോണ്ടയിൽ വണ്ടി എടുക്കാൻ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രോഫി ഉണ്ട്, ബെസ്റ്റ് പെർഫോമൻസ് ബ്രാഞ്ച് എവറോളിംഗ് ട്രോഫിന്ന്. എന്നെ സംബന്ധിച്ച് ഇവർ അത്ര വലിയ പെർഫോമൻസ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നിരിക്കാൻ 1.5 മണിക്കൂറായി, ഇതുവരെ ഒരു വണ്ടി ഡെലിവറി കിട്ടിയില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പം പിന്നെന്തോ വണ്ടി എടുത്തും കഴിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി വന്ന് നമ്മൾ ആ ബൈക്ക് തന്നെ കേട്ടോ പോകുന്നത്. അപ്പോൾ ഓലാടെ കാത്തിക്കുന്നുണ്ട് ഓല് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരവിടെ കയറി ചെന്ന് ഇവർ ചായ കുടിക്കുന്ന ടൈമിനെ നമ്മൾ ആശാൻ അവിടെ എൻട്രി ചെയ്യുള്ളൂ. സോ ഓൾക്ക് ഒരു രീതിയിലും എന്താ സംശയം നമ്മൾ പിന്നെന്താ ഇട്ട് കൊടുക്കരുത്. ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഒക്കെ അറിയാം, ഞാൻ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുന്നൊക്കെ അറിയാൻ മതി. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു എൻട്രിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെ ആയി തീരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ബഹ്റൈനിൽ എന്താ പറയുക, ചൂടിങ്ങനെ കുറയുന്നതിൻ്റെ ഒരു കത്തലുണ്ടാവില്ലേ, ഈ കെടാൻ പോകുന്ന തീ ആളി കത്ത എന്നൊക്കെ പറയുന്നത്, ആ ഒരു സിറ്റുവേഷൻ അവിടെ. കണ്ണൊക്കെ അടിച്ചിട്ട് കിളി പറക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട്, സോ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ എന്താ പറയുക, 1-2 ആൾക്കാർ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ വളരെ സന്തോഷം. ഒരു സർപ്രൈസ് പുറത്തുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഓളെ വിളിച്ചു കൊണ്ടുവരുന്ന കേട്ടോ. കണ്ടു കണ്ടു കണ്ട് നെഞ്ഞത്തൊക്കെ കൈ വെക്കുന്ന കണ്ടാൽ തന്നെ അറിയാം കിളി പോയിക്കുന്നത് എന്നുള്ളത്. ഇത്രയും ആൾക്കാരെ മുന്നിൽ നിന്ന് അധികം എക്സ്പ്രഷൻ വരായിട്ടാന്ന് തോന്നുന്നുണ്ട്.
ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ചോദിച്ചു നോക്കാം. ഇതെനിക്കുള്ള വണ്ടിയാ, എൻ്റെ വണ്ടിയാ. വണ്ടിയാ നിശാലിൻ്റെ സർപ്രൈസ് ആയോ? എനിക്ക് എന്തോട് പറയാനുള്ളത്? താങ്ക് യു മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് വണ്ടി കിട്ടുമെന്ന്. വല്ല റിങ്ങോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും അയക്കുന്നതാണ്. ഡെലിവറി വന്നപ്പോൾ നല്ല സന്തോഷമായി. ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ ഫസ്റ്റ് ഈ ആനിവേഴ്സറിയാണത്. അപ്പം ഏതായാലും പോയതല്ലേ, അപ്പോൾ ഏതായാലും ഒരു കേക്കും കൂടി വാങ്ങി ഞങ്ങൾ പോയി. അപ്പോൾ ഓലിങ്ങനെ നാട്ടിൽ നിന്നിങ്ങാഞ്ഞ് കേക്കൊക്കെ മുറിച്ചിങ്ങാഞ്ഞ് ആഘോഷിക്കുന്നു. നമ്മളിവിടെ അത് കണ്ട് രസിക്കുന്നു. ഏതായാലും അടുത്ത ആനിവേഴ്സറിക്ക് ഒപ്പരം ആഘോഷിക്കുമെന്ന് വിചാരിക്കാം. നമ്മളെ പ്രവാസികളുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റൂല. സപ്പോർട്ട് ചെയ്തത് ഇനി നിങ്ങളെ സപ്പോർട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവണമെന്ന് നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. വളരെ 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 നന്ദി. ഇതുവരെ കണ്ട നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരുപാട് നന്ദി. താങ്ക് യു. ഈ സാധനം എന്തിനാണെന്നറിയോ? മുണ്ടെടുത്ത് വന്നതാ ടെറസിൻ്റെ മേത്തിലേക്ക്. വേഗം തൊലിക്കുമ്പോൾ ഇത് തൊടിക്കണമല്ലോ, അതുകൊണ്ടാ. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. നല്ല വെയിൽ പോട്ടെ.